വെൽക്കം ടു ഫ്രൈ പാൻ കിച്ചൺ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ എള്ളും കടലയൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ഹെൽത്തി പൗഡറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 3 കിലോയാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ കടല, 500 എള്ള്, 1.5 കിലോ ശർക്കര, 2 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 15 ഏലക്ക. ഇനി നമുക്ക് ഈ അരി നന്നായി കഴുകി ഒന്ന് വാർത്ത് വെക്കാം. ഇനി കുറേശ്ശെയായി നമുക്കിത് വറുത്തെടുക്കാം. നമുക്ക് ഈ പൊടി തയ്യാറാക്കാൻ അണ്ടിപ്പരിപ്പും ബദാമും പിസ്തയൊക്കെ ഉപയോഗിക്കാം. ഞാനിവിടെ എള്ളും കടലയുമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ അരിയെല്ലാം നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടല ഒന്ന് വറുത്തെടുക്കാം. കടല നന്നായി വറുക്കേണ്ടതില്ല, ഒരു 80% വറവായി കിട്ടിയാൽ മതി. ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ. ഇനി ഏലക്കയും ജീരകവും ഒന്ന് ചൂടാക്കിയെടുക്കാം. എള്ള് ഓൾറെഡി വറുത്ത എള്ളായതുകൊണ്ട് ഞാൻ ഒന്ന് ചൂടാക്കിയെടുത്തു എന്ന് മാത്രം. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇതിലേക്ക് വേണ്ട എല്ലാ ചേരുവകളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരിയൊക്കെ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ചെറു ചൂടാറിയ ശേഷം നമുക്ക് ഇതെല്ലാം പൊടിച്ചെടുക്കാം. ശർക്കര ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. കടല നമുക്ക് ചെറുതായി ഒന്ന് തൊലി കളഞ്ഞു കൊടുക്കാം. മുഴുവനായിട്ട് കളയേണ്ടതില്ല. ആദ്യം നമുക്ക് അരി പൊടിച്ചെടുക്കാം. ഒരു മിക്സി ജാറിലേക്ക് കുറച്ച് അരി ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച ജീരകവും ഏലക്കയും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം എല്ലാം. കടല ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സി ജാറിലേക്ക് പൊടിച്ച അരി കുറച്ച് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് എള്ളും കടലയും ചേർത്ത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ എള്ളും കടലയും മിക്സി ജാറിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിൽ നിന്ന് കുറച്ചെടുത്ത് കുറച്ച് ശർക്കരയും ചേർത്ത് എല്ലാം ഒന്ന് ഇതുപോലെ പൊടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പൊടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തേക്കും നമ്മുടെ ശർക്കരയും കടലയും എള്ളും ഒക്കെ നന്നായി ഒന്ന് യോജിച്ച് വരട്ടെ. ഇനി നമുക്കിത് എയർടൈറ്റുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു 6 മാസമെങ്കിലും നമുക്കിത് കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും. ഈ പൊടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ മക്കൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടും. അപ്പോൾ ബേക്കറിയൊക്കെ കഴിക്കാതിരിക്കാൻ നമുക്ക് ഇതുപോലെ ചെയ്തു വെച്ചാൽ അവർക്ക് ഏറെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.